മഴതോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന വീട്ടിലേക്ക്. എന്തായാലും ബാലചന്ദ്രൻ കാറിലിരുന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ തുടങ്ങി വെക്കടി എന്ന് നമ്മുടെ മനു പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പുതിയ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് ആലോചിക്കുന്നു മോളേന്നറിയും. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, അതിനനുസരിച്ച് മരുന്ന് കഴിച്ചു, ഡോക്ടർമാർ ചികിത്സിച്ചു, അത് മാറ്റി, ഇനിയിപ്പോൾ എന്നിട്ട് ആ പഴയ ജീവിതം തന്നെ എന്ന് പറയും. അപ്പം മനുവും പറയും, പഴയ ജീവിതത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയില്ല അങ്കിളേ എന്ന് പറയും. പഴയ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല മനു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് അകത്ത് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിൽ നെടുമ്പുരയ്ക്ക് തറവാട്ടിലേക്ക് എത്തുകയാണ്. പിന്നാലെ വൈജയുടെ കാറിൽ ബബി, രോഹിത്തും വൈജയും, ബാലേന്ദ്രൻ്റെ കാറിൽ കൃഷ്ണമോളും. അവർ രണ്ടുപേരും രണ്ട് സെറ്റായിട്ടാണ്. അപ്പോൾ കാറുകൾ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ നമ്മുടെ അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അലീന ബാലചന്ദ്രനൊക്കെ ഇറങ്ങണം കണ്ടപ്പോൾ വലിയ സന്തോഷത്തിൽ ചിരിച്ച് ഇങ്ങനെ വാതിക്കയിൽ നിൽക്കും. അപ്പോൾ അലീനനെ കണ്ടപ്പോൾ മുഖം അങ്ങോട്ട് കറുത്ത പോലെ ആവുന്നുണ്ട് വൈജയന്തിക്ക്. അതിനുശേഷം മനു ഒരു ഫോൺ വന്നപ്പോൾ സംസാരിക്കാൻ പോയി. ബാലചന്ദ്രൻ അങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയത് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ്. ഇഷ്ടവും ഇല്ല ഇഷ്ടക്കേടും ഇല്ല എന്ന രീതിയിൽ. പഴയ സമയത്ത് ഉണ്ടെങ്കിൽ നല്ലോണം ചിരിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അലീനയ്ക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അലീന ഇങ്ങനെ സ്നേഹത്തോടെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നത്, എന്താ അച്ഛാ അലീനേച്ചിനെ കാണാത്ത പോലെ എന്ന് ചോദിക്കും. പക്ഷേ അതിന് ബാലേന്ദ്രൻ ഒരു മറുപടിയും പറയില്ല. നേരെ കൃഷ്ണമോളെയും കൂട്ടി അകത്തേക്ക് വരും. അകത്തേക്ക് പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. എന്നിട്ട് തൻ്റെ മുറിയിൽ കയറി ഇങ്ങനെ നോക്കി വാതിൽ തിരിഞ്ഞിങ്ങനെ അടക്കിന ആ വാതിൽ. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ബാലേന്ദ്ര സാറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. ആണോ? അതിന് മുന്നേ തന്നെ വൈജയന്തി ഇങ്ങനെ അലീനോട് പറയില്ലേ, അലീന അപ്പോൾ എന്താ മാഡം എന്ന് ചോദിക്കും. നീ വേണമെങ്കിൽ ഇന്ന് പൊക്കോ, ബാലേന്ദ്രൻ വന്നില്ലേ, ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് നീ പോകാൻ തയ്യാറായിക്കോളാൻ പറയും. ശരി, ഞാൻ ഇന്ന് പോകാൻ തയ്യാറായി നിൽക്കണമെന്ന് അലീനയും പറയും. അല്ല മുത്തശ്ശിയോട് പറയണ ഇങ്ങനെ ബാലേന്ദ്രൻ സാറ് വന്ന്. ആണോ? അവന് നല്ല കുറവുണ്ടോ, മുഖത്തൊക്കെ ക്ഷീണുണ്ടെന്ന് പറയും. വിശ്രമമാണ് വേണ്ടത് ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്ക്, പക്ഷേ മാഡം കൊടുക്കുമോ അത് എന്ന് പറയും. ആ എവിടെ നിന്ന് കൊടുക്കണ്, എവിടെ നിന്ന് അവസാനിച്ചതോ എവിടെയാണ് വെച്ചാൽ അവസാനിപ്പിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങും അവളെന്ന് പറയും. എന്ന് വെച്ചാൽ എന്തിനു പോയി, ആരോട് ചോദിച്ചിട്ട് പോയി, എവിടേക്ക് പോയി, എന്തിനു കുടിച്ചു, ഇതൊക്കെ ഇപ്പോൾ തുടങ്ങി സ്വൈര്യം ഉണ്ടാവില്ല. മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ബെഡ് റെസ്റ്റാണ്, പക്ഷെ അത് ബെഡിൽ മാത്രം പോരാ, മനസ്സിനും വേണമെന്ന് പറഞ്ഞ് നോക്കാം മോളെ. പിന്നെ മുത്തശ്ശി ഞാനിന്ന് മിക്കവാറും പോകൂട്ടാന്ന് പറയും. നീ ഒന്നും മിണ്ടാണ്ട് കുഞ്ഞെ, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മുത്തശ്ശി ഇനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറയും. വൈജയന്തി പൊക്കോളം പറഞ്ഞ കാര്യം മാത്രം അലീന പറയില്ല. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ആ ഡോർ അടച്ചപ്പോൾ എന്താ മുറി കയറുന്നില്ലേന്ന് വൈജയന്തി ചോദിക്കും. ഇനി മുതൽ ഇത് എൻ്റെ മുറിയല്ലാന്ന് പറയും. പിന്നെ എന്നാ ആരെ മുറിയാന്ന് ചോദിക്കും. ഇനി മുതൽ ഇത് നിൻ്റെ മുറി എന്ന് പറയും. ഞാൻ ഇന്ന് മുതൽ അപ്പം അച്ഛൻ എവിടെ കിടക്കുമെന്ന് ചോദിക്കും കൃഷ്ണമോള്. ഞാൻ മുകളിൽ കിടന്നോളാം, ഇന്ന് മുതൽ ഗസ്റ്റ് റൂമിലുണ്ട് ഞാൻ എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അച്ഛന് അറ്റാക്ക് വന്നതല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അവിടേക്ക് ഓടിയെത്താൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ എന്തിനാ അങ്ങോട്ട് പോകണേന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് പറയും ബബിതനോട് പറയും, ബബിത ഈ മുറിയിൽ എൻ്റെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് മുകളിൽ എത്തിക്കണം, എല്ലാ സാധനങ്ങളും എൻ്റേതായ എല്ലാ സാധനങ്ങളും മുകളിൽ എത്തിക്കണം എന്ന് പറയും. ശരി എന്ന് പറയും. പോണ പോക്ക് പോയാൽ പിന്നെ അവിടെ തന്നെ കിടക്കണം, പിന്നെ ഇങ്ങോട്ട് വരരുത് എന്ന് വൈജയന്തി പറയും. വരുന്നില്ലടി എന്ന് പറയും. പിന്നൊരു കാര്യം, ഇത് കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ വീട്ടിലത്തെ കാശ് കൊണ്ട് പണിത വീടല്ല, ഇത് ബാലേന്ദ്രൻ സ്വന്തം കാശ് കൊണ്ട് പണിത വീടാണ്. ഈ വീട്ടിൽ ആരൊക്കെ ഏത് മുറിയിൽ കിടക്കണം ഞാൻ തീരുമാനിക്കും എന്നും പറഞ്ഞ്. എന്നിട്ട് അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് ബാ മോളെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കൃഷ്ണമോളെയും കൊണ്ട് മുകളിലേക്ക് കയറി പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് വരുമല്ലേ അമ്മ എന്ന് പറയും. അതെ മോൾക്കതറിയാലോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പോയി എല്ലാ സാധനങ്ങളും എടുത്ത് വായോ എന്ന് പറയും. അച്ഛാ പറഞ്ഞ പോലെ അച്ഛന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുണ്ടെന്ന് ചോദിക്കും. ഹോം നേഴ്സ് ഇല്ലേ എന്ന് പറയും. ഹോം നേഴ്സ് അച്ഛനെ നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ചിരിക്കുന്നു. ഹോം നേഴ്സ് മുത്തച്ഛനെ മാത്രമല്ലേ നോക്കണേ. പിന്നെ ഗോവർദ്ധൻ അങ്കിളിനോട് പറഞ്ഞിട്ട് ഈ റൂമിലൊരു ബെല്ല് വെക്കാം, അപ്പം അത്യാവശ്യത്തിന് അടിച്ചാൽ ഹോം നേഴ്സിനായാലും കയറി വരാമല്ലോ എന്ന് പറയണം. അപ്പം അച്ഛനെല്ലാം രണ്ട് കൽപ്പിച്ച് തന്നെയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് എന്ന് പറയും. അതെ മോള് പോയി സാധനങ്ങളൊക്കെ എടുത്ത് വായോ എന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രൊമോയുടെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലീന താഴത്ത് അലീനോട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ കോണിപ്പടി അവിടെ നിന്ന് താഴത്തേക്ക് വിളിച്ച് പറയണേ, അലീന
അലീന ഇനി മുതൽ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇനി മുതൽ എൻ്റെ കാര്യങ്ങളും നീ നോക്കണോട്ടാന്ന് പറയും. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിച്ചു തരണം, ഭക്ഷണവും മരുന്നൊക്കെ നീ കൊണ്ടു തരണോട്ടാന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അലീനനെ പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് നിൽക്കണ്. അപ്പോൾ മനുവും ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്. ബാലചന്ദ്രൻ പറയും, ഒരു ഹാർട്ട് പേഷ്യൻ്റായ എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ആകെ ഡോക്ടർ, വക്കീൽ, കോടതി, പോലീസ്, പിന്നെ ഒരു ഇന്ത്യൻ പൗരനായ ഞാനും അത്രമാത്രം എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിഷമവും ദേഷ്യമൊക്കെ കൂടി കലർന്നിട്ട് ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അതിനുശേഷം അലീന ബാലചന്ദ്രൻ മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനനോട് ചോദിക്കുന്നു, നീ എന്നോട് കള്ളങ്ങളൊന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പറഞ്ഞിട്ടില്ല എന്ന് വരെയും, ഇനിയും എന്നോട് എന്തെങ്കിലും നീ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അലീന വായ പൊത്തി കരയുന്ന കാരണം ബാലചന്ദ്രൻ പറയുന്നത്, നീ വൈജയെ അമ്മയെ പോലെ അല്ലേ കാണുന്നതെന്ന് ചോദിക്കും. അത് സ്വന്തം അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.